ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ വളരെ മികച്ച പ്രതികരണങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ധ്യാനിന്റെ സിനിമ കുറെ കാലം ശേഷം ഒരു ഹിറ്റ് അടിച്ചിരിക്കുകയാണ്. അങ്ങനെ പല പ്രത്യേകതകളും ഒരുപാട് നല്ല അഭിപ്രായങ്ങളും കേട്ട് വളരെ പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ സിനിമ കാണാൻ പോയത്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞു വന്നതേ ഉള്ളൂ. ആൻഡ് ആദ്യമേ പറയട്ടെ, ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. എസ്പെഷ്യലി ഇങ്ങനെ പോസിറ്റീവ് വന്നൊരു സിനിമയെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത് നെഗറ്റീവാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടിട്ടില്ല. രണ്ടോ മൂന്നോ കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ എനിക്ക് നല്ലതായി തോന്നിയിട്ടുള്ളത്. അതിൽ ഏറ്റവും ആദ്യം പറയുന്നത് ഈ സിനിമയല്ല, അടുത്ത ഇവരുടെ യൂണിവേഴ്സിലെ സിനിമ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലിംസ് ഇവർ ഈ എഴുത്തും എല്ലാം കഴിഞ്ഞിട്ട് അത് റോളിംഗ് ടൈറ്റിൽസിനൊക്കെ ശേഷം ഒരു ചെറിയൊരു സാധനം കാണിക്കുന്നുണ്ട്. കുറച്ച് സെക്കൻഡ്സ് മാത്രമുള്ള ഒരു സംഭവം. അതൊരു രക്ഷയില്ല, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ സൂപ്പർ സാധനം. അത് സംഭവം പറഞ്ഞ് ഞെട്ടിച്ച് കളഞ്ഞു. അതിൽ ചെയ്തിരുന്ന VFX ആണെങ്കിലും അത് ചെയ്തിരുന്ന മേക്കിംഗ് ആണെങ്കിലും BGM ഒക്കെ കീടിലായിരുന്നു. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയത്. രണ്ട്, ഈ സിനിമയിലെ BGM, ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു രക്ഷയില്ലാത്ത BGM, സൂപ്പർ BGM, അടിപൊളിയാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആ BGM-നുള്ള വിഷ്വൽസ് ഈ സിനിമയിൽ ഇല്ല എന്നുള്ളതാണ്. അതായത് BGM ഇങ്ങനെ മുഴങ്ങി നിൽക്കുന്നുണ്ട് പല സ്ഥലത്തും. അതായത് BGM ഗംഭീരമായിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്ന സമയത്ത് വിഷ്വൽസ് അതിനനുസരിച്ചില്ലാതെ സ്ലോയിൽ പോയി ആ BGM-ലുള്ളത് ഈ വിഷ്വൽ ഉണ്ടോ എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. മൂന്ന്, എനിക്കതിൽ നന്നായിട്ട് തോന്നിയത് ഇവരുടെ അപ്രോച്ചാണ്. എന്ന് പറഞ്ഞാൽ നല്ലൊരു സാധനം ഉണ്ടായിരുന്നു, നല്ലൊരു ത്രെഡും കാര്യങ്ങളും നല്ല സ്റ്റോറിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്ത വിധം വളരെ മോശമായി പോയി. പിന്നെ എനിക്കിതിൽ നല്ലതായിട്ട് തോന്നിയത്, എനിക്ക് തോന്നുന്നത് നമ്മുടെ കുഞ്ഞിരാമായണം അല്ലെങ്കിൽ മിന്നൽ മുരളി, അതിൻ്റെയൊക്കെ ഒരു കളർ ടോണും പരിപാടികളൊക്കെ പിടിച്ചിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ അതിലേക്ക് കഥാപാത്രങ്ങളുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത്തരത്തിലുള്ള സ്വഭാവങ്ങളിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിലുണ്ട്. നാല്, ഇതിൽ നന്നായിട്ട് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ അഭിനയം വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്ന് നസീർക്ക നല്ല അഭിനയമായിരുന്നു. അതല്ലാതെ പറയാനുള്ളത് നമ്മുടെ ഇതിന്റെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. അതിൽ ആ പോലീസ് സച്ചി എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തിട്ടുള്ള ക്യാരക്ടർ നല്ലതായിരുന്നു. ഇത് ഒഴിച്ചു നിർത്തിയാൽ ഈ സിനിമയിൽ ഒരു തേങ്ങയില്ല. വളരെ മോശമായിട്ടുള്ള, വളരെ ബോറടിച്ച് ലാഗ് അടിച്ച് കണ്ടിട്ടുള്ള ഒരു വൃത്തികെട്ട ചീഞ്ഞ പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഭയങ്കര ബോറടിച്ചാണ് ഈ സിനിമ കണ്ടത്. ഞാൻ തിയേറ്ററിൽ പോകുമ്പോൾ പൊതുവെ ഒരു 10-20 ആൾക്കാരൊക്കെ സിനിമ കാണാനുള്ളൂ. വളരെ മോശം എന്ന് പറഞ്ഞിരിക്കുന്നത്, തുടക്കത്തിൽ നന്നായിട്ട് കുറച്ച് സാധനം വന്നു എന്നല്ലാതെ പിന്നെ അങ്ങോട്ട് ഒരു പതിഞ്ഞ താളത്തിൽ ഇങ്ങനെ വെറുതെ ഒരു സാധനം പറയും, ഒരു ലോജിക്കും ഇല്ലാതെ കുറെ സാധനങ്ങളും. അത് അത്രയും ഭയങ്കര സംഭവമായിട്ട് കാണിച്ചുന്ന ഒരു ഡിറ്റക്റ്റീവ് സംഭവങ്ങൾ, പറയുന്ന കാര്യങ്ങളൊക്കെ മണ്ടത്തരങ്ങൾ പറയുന്ന പോലെ കുറെ സംഭവങ്ങളുണ്ട്. അത് പിന്നെ കഥയുടെ രീതി അങ്ങനെയാണെന്നെങ്കിലും വിചാരിക്കാം. പക്ഷെ എനിക്കൊട്ടും ദഹിച്ചിട്ടില്ല സിനിമ. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ വീണ്ടും അടിപൊളിയാക്കാനുള്ള കുറെ ശ്രമങ്ങളും കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നെങ്കിൽ പോലും എൻഡിലേക്ക് വരുമ്പോൾ എസ്പെഷ്യലി ആ സൈക്കോ കഥാപാത്രം, അതൊക്കെ വളരെ മോശമായിട്ടാണ് തോന്നുന്നത്. അയാളെ കൊണ്ടൊന്നും ഒട്ടും പറ്റുന്നില്ല. ഞാൻ ഭയങ്കര ലാഗ് അടിക്കുക. അതിനുശേഷം അയാളുടെ ഫ്ലാഷ് ബാക്ക് പറഞ്ഞ കുറെ ഭാഗങ്ങൾ, അതൊക്കെ ഇങ്ങനെ വലിച്ചു നീട്ടി അത് ഒട്ടും എൻഗേജിങ് അല്ലാത്ത രീതിയിലാണ് അവിടെ ഈ കഥ പറഞ്ഞു പോകുന്നത്. ഒരു വാവ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു സാധനം ഇതിലില്ല. എനിക്ക് തോന്നുന്നു ഒരു സ്ഥലത്ത് മാത്രമേ എനിക്ക് തോന്നി, അതും BGM-ലാണ്. BGM കുറെ സ്ഥലങ്ങളിലൊക്കെ ഇത് കൊള്ളാനോ തോന്നിയിട്ടുണ്ട്. കാരണം പുള്ളി സാധനങ്ങൾ ചെവിയിൽ വെച്ചതിന് ശേഷം വരുന്ന ഒരു ഇംഗ്ലീഷ് പാട്ടും മുട്ടും കാര്യങ്ങളും അതൊക്കെ പൊളിയാണ്. പക്ഷെ അവിടെയും വിഷ്വൽ മാച്ച് ആവണില്ല. അപ്പൊ അതും താഴെ പോയി. ഇനി ധ്യാനിലേക്ക് വരികയാണെങ്കിൽ നല്ലൊരു പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു മൊമെന്റ് പോലും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. പെർഫോമൻസ് വളരെ മോശം. സത്യത്തിൽ പുള്ളിക്കാരൻ വയ്യാന്ന് തന്നെ നമുക്ക് തോന്നും. തീരെ വയ്യാത്ത പോലെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു എന്താ പറയാ, ഒരു നല്ലൊരു ത്രില്ലായിട്ട് പറയേണ്ട ചില ഡയലോഗ് ഡെലിവറി, ആ ഡയലോഗ് ഡെലിവറിയിൽ ചില ഒരു പഞ്ച് നമുക്ക് ഫീൽ ചെയ്യണം, അതില്ല. അതുപോലെ ഓ മൈ ഗോഡ് ഇറ്റ്സ് ഹിംനോ അങ്ങനെ എന്തോ സാധനം പറയണ്ട, അങ്ങനെ എന്തോ ഒരു സാധനം, അതൊക്കെ പറയുമ്പോൾ അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അയാൾ ഞെട്ടിത്തരിക്കുകയാണ്. അത് വേറൊരു സംഭവം കണ്ടിട്ട് ഇത് തിരിച്ചറിയാണ്. അവിടെ പറയുമ്പോൾ പ്രേക്ഷകന് ആ ഫീൽ വരണം, അതില്ല. ഇത് പഠിച്ച് ഡ്രമാറ്റിക് ആയിട്ട് വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ട് പറയുന്ന പോലെ ഡയലോഗ് ഫീൽ ചെയ്യുക. പിന്നെ ഒന്ന് പേഴ്സണലി നമ്മൾ പറഞ്ഞു, ഒരു കഥാപാത്രമാകാൻ വേണ്ടി എടുക്കുന്ന കുറച്ച് റിസ്ക് ഉണ്ടല്ലോ, അതൊന്നും ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തു. വെറുതെ ധ്യാൻ വന്ന് വെറുതെ അങ്ങോട്ട് ചെയ്യാന്നുള്ളതല്ലാതെ ആ കഥാപാത്രത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന പോലെയോ ഇതിന് വേണ്ട ചില ഒരു നീഡ്ഫുൾ കാര്യങ്ങൾ കുറച്ചുണ്ടല്ലോ, അതൊന്നും ഇല്ലാത്ത പോലെ ഒരു ഫീൽ എനിക്ക് തോന്നി. ഈ പറഞ്ഞ പോലെ കാർട്ടൂണിലും മറ്റു സംഭവങ്ങളൊക്കെ കുറെ സംഭവങ്ങൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും കഥയ്ക്ക് ഇതൊന്നും മാച്ച് ആകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ ഒരു കോമഡി ആയിട്ട് പറയുന്ന കുറെ സാധനങ്ങളുണ്ട്. ഇപ്പൊ കുഡോസ് ടീമിലെ ആളുകളുണ്ട്, അതിൽ 2 പേര്, പേര് എനിക്ക് കറക്റ്റ് അറിയില്ല, ആ 2 പേര് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കമ്പാരിറ്റീവ്ലി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ 2 കഥാപാത്രം, അത് ഞാൻ പറയുന്നത് ഇതിലെ ഡിറ്റക്റ്റീവ് ആയിട്ട് വരുന്ന പോലീസുകാരന്റെ അസിസ്റ്റൻസ് ആയിട്ട് വരുന്ന 2 കഥാപാത്രം വേസ്റ്റ് ക്യാരക്ടേഴ്സ് ആണ്.
അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അവരുടെ ചെയ്യല് കോമഡിയും സംഭവങ്ങളും ഒക്കെ നല്ല രസമാണ്, ഞാനും കാണാറുണ്ട്. പക്ഷെ സിനിമയിൽ ആ കഥാപാത്രം മേക്ക് ചെയ്തിരിക്കുന്നത് അത്ര മോശമായിട്ടാണ്. ഒരാൾക്കും ഇല്ലാതെ വെറുതെ വന്നിട്ട് എന്തിനോ ഇവരെ പിടിച്ചിരുത്തിയും കൊണ്ട് ഈ കഥാപാത്രം ഈ ക്യാരക്ടറേക്ക് പോലെ ഇട്ടേക്കാം എന്ന് വെച്ചിട്ട് കുറെ സീനിൽ കാണിക്കുന്നു. ഡയലോഗ് ഡെലിവറി ഒക്കെ വളരെ മോശം, ഒരു സീരിയസ്നെസ് ഇല്ലാത്ത പോലെ ഫീൽ. അവരെ കാണുമ്പോൾ തന്നെ ഇത്രയും വലിയ കേസ് അന്വേഷിക്കാൻ വന്ന ഒരാളുടെ കൂടെ വന്നിരിക്കുന്ന അസിസ്റ്റൻസ് ആണ്, വെറുതെ രണ്ട് ചെക്കന്മാരെ പറഞ്ഞു വിട്ടേക്കുക എന്നുള്ളൊരു ഫീൽ. അപ്പൊ അങ്ങനെയൊക്കെ കുത്തിത്തിരിക്കുക രണ്ട് കഥാപാത്രം കൊടുത്ത പോലെ ഫീൽ ഉണ്ട്. അതിന് അന്വേഷിക്കാൻ വരുന്ന ആള് സിജു വിൽസൺ വളരെ മോശമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ആ ക്യാരക്ടറുമായിട്ട് ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ വെറുതൊരു സംഭവം. അതുപോലെ ആ സ്ഥലത്തേക്ക് ഇവർ വരുമ്പോൾ കൊടുക്കുന്ന സ്വീകരണം, അവിടെ പറയുന്ന ഡയലോഗുകൾ, അതിന്റെ അവസാനത്തെ ഫൈറ്റ്, ഇതൊക്കെ മോശമായിട്ടാണ് ഫീൽ ചെയ്തത്. എനിക്കത് അറിയില്ല, റൊബോട്ടിക്സ് പോലെ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള കുറച്ച് സീൻസ് ഒരു ക്ലൈമാക്സ് ഫൈറ്റിലുണ്ട്. അത് അവരുടെ ശ്രമം നന്നായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് റോബോട്ടിക്സ് അല്ല, അത് ക്യാമറ വെച്ചിട്ട് ആ ഒരു ഫീലിങ്ങനെ കിട്ടുന്ന പോലെ ആദ്യം കാലിങ്ങനെ പോകുന്നു, എന്നിട്ട് മുകളിൽ ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ കറങ്ങി വരുന്നു, അത് കൈ ഇങ്ങനെ തുമ്മറ താഴത്തേക്ക് ചൊട്ട് പോവുക. ഈ റോബോട്ടിക്സിൽ അങ്ങനെയാണല്ലോ, റോബോട്ടിക്സ് ക്യാമറ വെച്ച് ചെയ്യുമ്പോൾ ഉള്ളൊരു രസം ഭയങ്കരമാണല്ലോ. നമ്മുടെ ഭീഷ്മപർവത്തിലാണെങ്കിലും വിക്രത്തിൽ മറ്റേ റിവീൽ ചെയ്യുന്ന സീൻ ഉണ്ടല്ലോ നമ്മുടെ കമൽഹാസന്റെ, അതിനുശേഷമുള്ള ഫൈറ്റ് കണ്ടിട്ടില്ല, അത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ആണല്ലോ ക്യാമറക്ക് ഉണ്ടാവുക. പക്ഷെ അത് ഫേക്ക് ആയിട്ട് ഇവര് ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിന്റെ വളരെ മോശമായിട്ടുണ്ട്, വളരെ നന്നായിട്ട് വന്നിട്ടൊന്നുമില്ല. അങ്ങനെ മൊത്തത്തിൽ എന്നെ സംബന്ധിച്ചോളം ഒരു ബിലോ ആവറേജ് ഫിലിം ആയിട്ടാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇന്നിപ്പോ ഞങ്ങൾ 5 പേരാ പോയത്, 5 പേർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരാൾക്കെങ്കിലും ഇത് ഇഷ്ടപ്പെടണ്ടേ, അങ്ങനെ പോലും തോന്നിയിട്ടില്ല. ആൻഡ് അതിലൊരാൾ പറഞ്ഞ പോലെ, ഫാസി ഞങ്ങളെ സുഹൃത്ത് പറഞ്ഞ പോലെ, ചോറ് തിന്നുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു പടം, അത്രേ ഉള്ളൂ. നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെറുതെ ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ നീക്കിരിക്കുക, അങ്ങനെ കാണുമല്ലോ. ചോറും കഴിയുമ്പോഴേക്ക് സിനിമയും കഴിഞ്ഞിട്ടുണ്ടാവും. അത്തരത്തിലുള്ളൊരു പടം, അതിനപ്പുറത്തേക്കൊന്നും ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ആൻഡ് തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും സ്വയം കണ്ട് വിലയിരുത്തുക. നിങ്ങൾക്ക് കാണാവുന്നതാണ്, കണ്ട് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. എനിക്ക് ഇതൊട്ടും വർക്കായിട്ടില്ല. സോ താങ്ക് യു.